കുറേ പേരുടെ ഡൗട്ടാണ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ബ്രീത്ത് എടുക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്യണമെന്ന് കുറേ പേരുടെ ഡൗട്ടാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. വ്യായാമം ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ ശ്വാസം എടുത്തില്ലെങ്കിൽ ഹെർണിയ പോലെ പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചുറീസും ഉണ്ടാവും. അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിനൊരു കോമൺ മെത്തേഡ് ഉണ്ട്. അത് ഏത് വർക്കൗട്ടായാലും, ട്രൈസെപ്സ് ആയാലും, ഷോൾഡർ ആയാലും, ലെഗ് ആയാലും, ഏത് വർക്കൗട്ടായാലും ഒരു കോമൺ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ശ്വാസം എടുക്കുന്ന വർക്കൗട്ടുകളെയും കാണിച്ചു തരാം. ബൈസെപ്സ്, അതുപോലെ ഷോൾഡർ, അങ്ങനത്തെ വർക്കൗട്ട്, ചെസ്റ്റ് പ്രസ്, അങ്ങനത്തെ വർക്കൗട്ടിലേയും കാണിച്ചു തരാം. ശ്രദ്ധിച്ചു ഒരു ബ്രീത്ത് എങ്ങനെ എടുക്കണം, ബ്രീത്ത് ഔട്ട് എങ്ങനെ ചെയ്യണം കാണിച്ചു തരാം. പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ബ്രീത്ത് ഔട്ട് എടുക്കാമെന്ന് കാണിച്ചു തരാം. നമ്മൾ പുഷപ്പ് സ്റ്റാൻഡിൽ കറക്റ്റാണ് ഉള്ളതിന് ശേഷം നമ്മൾ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവും. താഴത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് എടുക്കുക. മനസ്സിലായോ? താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മേലോട്ട് ബ്രീത്ത് എടുക്കുക. ഷോൾഡർ ലാൻഡർ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ബ്രീത്ത് എടുക്കണം കാണിച്ചാൽ നമ്മൾ പൊക്കുമ്പോൾ, മേലോട്ട് പൊക്കുമ്പോൾ ശ്വാസം പുറത്തോട്ട് വിടണം. മനസ്സിലായോ? ഇറക്കുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട്. ഓക്കെ. അതുപോലെ ഡമ്പൽ കൊണ്ട് നമ്മൾ ബൈസെപ്സ് ചെയ്യുമ്പോൾ ബ്രീത്ത് മുകളിലോട്ട് ബലം പ്രയോഗിക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് പുറത്തോട്ട് വിടണം. ഓക്കെ. പുറത്തോട്ട് വിട്ടു. ഇറക്കുന്ന സമയത്ത് ബ്രീത്ത് ഉള്ളിലോട്ട്. ഇതാണ് ബൈസെപ്സ് ചെയ്യുമ്പോൾ ബ്രീത്ത്. ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ട് എങ്ങനെയാണ് കാണിച്ചത്. കിടക്കുക, ഏകദേശം നിലത്തെ പിടിക്കുക. നമ്മൾ ഇറക്കുന്ന സമയത്ത് ബ്രീത്ത് എടുക്കുക, പ്രസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്. അതുപോലെ തന്നെ പുള്ളി ചെയ്യുമ്പോൾ ശ്വാസത്തിൻ്റെ ലെവലിനെ കാണിച്ചു തരാം. അതുപോലെ കൈ ഇങ്ങനെ പിടിക്കുക, ഇരിക്കുക. എന്നിട്ട് നമ്മൾ താഴത്തോട്ട് ബലം പ്രയോഗിക്കുമ്പോൾ ശ്വാസം പുറത്തോട്ട്, നമ്മൾ മുകളിലോട്ട് വിടുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട്. ശ്വാസം ബലം പ്രയോഗിക്കുമ്പോൾ ശ്വാസം പുറത്തോട്ട്, റിലീസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം ഉള്ളിലോട്ട്. ഇതാണ് നമ്മൾ പുൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട മെത്തേഡ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ബ്രീത്തും ബ്രീത്ത് ഔട്ടിനെ കുറിച്ച് മെത്തേഡ് ചെയ്ത് കറക്റ്റായി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇഞ്ചുറീസ് കമ്മിയാവും. അപ്പോൾ എല്ലാവരും ഈ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.